അപ്പൊ നമുക്ക് തുടങ്ങാം. മൈക്രോ കൺട്രോളർ. മൈക്രോ കൺട്രോളറിന്റെ രണ്ട് ഡെഫിനിഷൻ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും എഴുതാം. ഒന്നുകിൽ ഈ ഒരു കാര്യങ്ങൾ എഴുതാം, അല്ലെങ്കിൽ ഇതിൽ എഴുതാം. ഇത് രണ്ടും സെയിം ആണ്. മൈക്രോ കൺട്രോളർ എന്താണ്? മൈക്രോ പ്രോസസ്സറും മൈക്രോ കൺട്രോളറും തമ്മിലുള്ള ഡിഫറൻസിൽ ആദ്യത്തെ ഡിഫറൻസ് എന്തായിരുന്നു? മൈക്രോ കൺട്രോളർ നമ്മളൊരു സ്പെസിഫിക് ടാസ്കിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ഒരു വാഷിംഗ് മെഷീൻ ആണെങ്കിൽ അത് വാഷിംഗ് മെഷീൻ അത് വാഷ് ചെയ്യാന്നുള്ള ഒരു പ്രോസസ്സ് മാത്രമേ അത് ചെയ്യുന്നുള്ളൂ. റിമോട്ട് കൺട്രോൾ ആണെങ്കിൽ അത് ആ റിമോട്ടിന്റെ ഫംഗ്ഷൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇപ്പൊ ഒരു ടോയ് കാർ ആണെങ്കിൽ അത് ആ ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷൻ മാത്രമേ ചെയ്യൂ. ഓക്കെ, പക്ഷെ നിങ്ങളൊരു കമ്പ്യൂട്ടർ ആണെങ്കിൽ അതൊരു പ്രൊസസ്സറാണ്. അത് എന്താണ്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. ഓക്കെ, ജസ്റ്റ് ഒരു ജാവ പ്രോഗ്രാം മാത്രമല്ല അത് ചെയ്യുന്നത്, ഒരു PPT പ്രിപ്പറേഷൻ മാത്രമല്ല, ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തന്നുള്ളൂ. ഈ കാര്യങ്ങൾ മാത്രമല്ല ചെയ്യുന്നത്, അത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഒരു പ്രോസസ്സർ. ഓക്കെ, ഇതാണ് മൈക്രോ കൺട്രോളറിന്റെ ഡെഫിനിഷൻ. മൈക്രോ കൺട്രോളർ ഇസ് എ കമ്പ്യൂട്ടർ പ്രസന്റ് ഇൻ എ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് വിച്ച് ഈസ് ഡെഡിക്കേറ്റഡ് ടു പെർഫോം വൺ ടാസ്ക്. ഓക്കെ, അത് പെർട്ടിക്കുലർ ടാസ്കിന് വേണ്ടി മാത്രം നമ്മൾ ഉണ്ടാക്കിയ ഒരു സാധനമാണ് എന്ത്, മൈക്രോ കൺട്രോളർ. ആൻഡ് എക്സിക്യൂട്ട് വൺ സ്പെസിഫിക് ആപ്ലിക്കേഷൻ. ഇതാണ് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അവർ ഡെഫിനിഷൻ ആയിട്ട് പറഞ്ഞത്. ഓക്കെ, മൈക്രോ കൺട്രോളർ എന്ന് പറയുന്ന ഒരു ഡെഡിക്കേറ്റഡ് ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കിയ ഒരു സാധനമാണ് എന്ത്, മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇതിലെല്ലാം ഇന്റഗ്രേറ്റ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവും എല്ലാ കാര്യങ്ങളും. മൈക്രോ പ്രോസസറിലാണെങ്കിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും ഇന്റർഫേസ് ചെയ്യാം. കുറെ ഇന്റർഫേസിങ് ICs നമ്മൾ പഠിച്ചു. പെരിഫറൽസ് കണക്ട് ചെയ്യാം ഒക്കെ എന്ത് ചെയ്യാം, മൈക്രോ പ്രോസസറിൽ നിങ്ങൾക്ക് എക്സ്റ്റേണലി കണക്ട് ചെയ്യാം. പക്ഷെ ഒരു മൈക്രോ കൺട്രോളർ ആണെങ്കിൽ അതിലെ മെമ്മറിയും ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസും പിന്നെ എന്താണ് അതിലുള്ള യൂസ് ചെയ്യുന്ന കുറെ കാര്യങ്ങളൊക്കെ, അതായത് റാം, റോം, പിന്നെ പല കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും എന്തായിരിക്കും ഈ പ്രോസസ്സറിന്റെ ഉള്ളിൽ തന്നെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ, പ്രോസസ്സറിനെ അറ്റാച്ച് ചെയ്തിട്ടല്ല വരുന്നത്. അതായത് പ്രോസസ്സറിന്റെ എന്താണ് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് എല്ലാം ഒരു ചിപ്പിൽ തന്നെയാണ് ഇതിലുണ്ടാവുക, മൈക്രോ കൺട്രോളറിൽ ഉണ്ടാവുക. അതാണ് മൈക്രോ പ്രോസസ്സറും മൈക്രോ കൺട്രോളറും തമ്മിൽ അടുത്ത ഡിഫറൻസ്. ഓക്കെ, ഇത് നേരത്തെ പറഞ്ഞ അതേ ഡെഫിനിഷൻ തന്നെയാണ്, കുറച്ചും കൂടെ വേറൊരു രീതിയിൽ പറഞ്ഞു എന്നുള്ളൂ. അപ്പൊ മൈക്രോ കൺട്രോളറിന്റെ ഡെഫിനിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ എഴുതുക. ഈ ഒരു പെർട്ടിക്കുലർ ഡെഫിനിഷനോ അല്ലെങ്കിൽ ഈ ഒരു ഡെഫിനിഷനോ നിങ്ങൾക്ക് എഴുതുക. സെയിം തന്നെയാണ് രണ്ടും പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്താണ്, ഇതിലെല്ലാം ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ഉണ്ടാവുക, റാമും എല്ലാ കാര്യങ്ങളും ഒരു സിംഗിൾ ചിപ്പിൽ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ് വരുന്നത് മൈക്രോ കൺട്രോളറിൽ. ഇതാണ് മൈക്രോ കൺട്രോളർ എന്ന് പറയുന്ന സംഭവം. ഓക്കെ, അതിന്റെ ഡെഫിനിഷൻ ചിലപ്പോൾ ചോദിക്കുന്നത് 3 മാർക്കിനായിരിക്കും. അപ്പൊ ഇത്രയൊക്കെ എഴുതിയാൽ മതി. പിന്നെ എക്സാമ്പിൾ എഴുതണം. എക്സാമ്പിൾ നമ്മൾ വഴിയെ പഠിക്കും. ഡിഫറൻസ് ബിറ്റ്വീൻ മൈക്രോ പ്രോസസർ ആൻഡ് മൈക്രോ കൺട്രോളർ ഞാൻ എടുക്കില്ല, കാരണം ഓൾറെഡി നിങ്ങളിത് എന്താണ് എക്സാമിന് ഞാൻ ചോദിച്ചതുമാണ്, ഓൾറെഡി ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതുമാണ്. പിന്നെ എന്താണ്, കുറെ തിയറീസ് ആണ് വരുന്നത്. ഒന്നിന് കോസ്റ്റ് കുറവായിരിക്കും, മറ്റേതിന് കോസ്റ്റ് കൂടുതലായിരിക്കും. പിന്നെ ഈ ഡെഫിനിഷൻ എഴുതണം. പിന്നെ എന്താണ്, എല്ലാം ഇന്റഗ്രേറ്റ് ചെയ്തിട്ടായിരിക്കും വരിക, മറ്റേതിലെല്ലാം ഇന്റഗ്രേറ്റ് ചെയ്യണം എന്നില്ല. അങ്ങനെ കുറെ ഡിഫറൻസ് ആണ്. നിങ്ങൾക്ക് തിയറിയാണ്, നിങ്ങൾക്ക് വായിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ അതിലുള്ളൂ. അത് ഇനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് പിക്ചറും വരക്കാം. ഇതിലെല്ലാം ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ് വരുന്നത് മൈക്രോ കൺട്രോളറിൽ. ഇതിലെല്ലാം എന്താണ്, നമുക്ക് എക്സ്റ്റേണലി കണക്ട് ചെയ്തിട്ടുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, ഇതെല്ലാം എന്താണ്, ഒരുമിച്ചാണുള്ളത്. ഇതെല്ലാം കണക്റ്റഡ് ആണ്. ഓക്കെ, നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വരുന്നത് മൈക്രോ പ്രോസസർ. ഓക്കെ, ഇതെല്ലാം ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. ഇത് PPT തരും, അപ്പോൾ അത് നോക്കിയാൽ മതി നിങ്ങൾ. ഇത് വേറൊരു എന്താണ്, ഇതൊരു ഇതെടുത്തു, ഒരു പെർട്ടിക്കുലർ സൈറ്റിൽ നിന്ന് കിട്ടിയത്. ഇത് വേറൊരു പെർട്ടിക്കുലർ സൈറ്റിൽ നിന്ന് ഞാൻ എടുത്തുന്നുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഒരു 5 മാർക്കിന് ചോദിക്കുന്ന രീതിയിൽ ഒരു 5ഓ 6ഓ ഡിഫറൻസ് പഠിച്ചു വെക്കാം. ഓക്കെ, മൈക്രോ പ്രോസസറും മൈക്രോ കൺട്രോളറും. അത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും റെഫർ ചെയ്യാം. ഞാൻ തന്ന ഈ 2 എണ്ണം മാത്രമല്ല, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ആ ഡിഫറൻസ് പഠിച്ചു വെക്കാം. ഓക്കെ, അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ മൈക്രോ കൺട്രോളറിന്റെ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു. ഡിഫറൻസ് ബിറ്റ്വീൻ മൈക്രോ പ്രോസസർ ആൻഡ് മൈക്രോ കൺട്രോളർ പഠിക്കണം, കാരണം അത് ചോദിച്ചതാണ്. ഒന്നുകിൽ അത് ഫസ്റ്റ് മോഡ്യൂളായിരിക്കും ചോദിക്കുക ഈ ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ അത് 5th or 6th മോഡ്യൂളായിരിക്കും ചോദിക്കാൻ ചാൻസ്. ഈ 2 മോഡ്യൂളിലും ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇനി അടുത്തത് ക്രൈറ്റീരിയ ഫോർ സെലക്ടിങ് മൈക്രോ കൺട്രോളർ. ഇത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അടുത്ത 6th മോഡ്യൂളിലെ ടോപ്പിക് എന്ന് പറയുന്നത് ക്രൈറ്റീരിയ ഫോർ സെലക്ടിങ് മൈക്രോ കൺട്രോളർ. ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു ടോപ്പിക്കാണ്, പക്ഷെ എന്താണ്, ചോദിക്കാം, മാർക്ക് വാങ്ങിക്കാം, സ്കോർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നമ്മളൊരു മൈക്രോ കൺട്രോളർ ചൂസ് ചെയ്യുമ്പോൾ പല കാര്യങ്ങളും എന്താണ് നിങ്ങൾ നോക്കണം. നിങ്ങളൊരു ഫോൺ വാങ്ങിക്കുമ്പോൾ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കും? അതിന് എത്ര റാം ഉണ്ട്, അതിന്റെ പിന്നെ ബാറ്ററിന്റെ എഫിഷ്യൻസി എത്രയാണ്, എത്ര mAh ബാറ്ററി ഉണ്ട്, പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. നിങ്ങളൊരു ഫോണാണോ അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ് ആണെങ്കിലോ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കൂലേ?
അതുപോലെ തന്നെയാണ് നിങ്ങൾ ഒരു മൈക്രോ കൺട്രോളർ ചൂസ് ചെയ്യുമ്പോഴും കുറെ കാര്യങ്ങൾ നിങ്ങൾ കുറെ എന്ത് ചെയ്യണം, അത് സെലക്ട് ചെയ്യുമ്പോൾ കുറെ കാര്യങ്ങൾ നിങ്ങൾ നോക്കണം. ആ ഒരു എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ നോക്കുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു മൈക്രോ കൺട്രോളർ സെലക്ട് ചെയ്യുമ്പോൾ അതിന് നിങ്ങൾ എന്തൊക്കെ നോക്കണം, കുറെ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യും നമ്മളതിന് ഒരു മൈക്രോ കൺട്രോളർ സെലക്ട് ചെയ്യുമ്പോൾ. ഇത് ചിലപ്പോൾ ഒരു 5 മാർക്കിനൊക്കെ ചോദിക്കാം. പവർ എഫിഷ്യൻസി, ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയില്ല കേട്ടോ, ഇതൊക്കെ വെറും പക്ക തിയറിയാണ്, വായിച്ചാൽ മതി. പവർ എഫിഷ്യൻസി നോക്കും. പിന്നെ ടെമ്പറേച്ചർ ടോളറൻസ് നോക്കും. അത് നിങ്ങൾക്കറിയാം, എല്ലാ കാര്യങ്ങളും മൈക്രോ ഏത് എൻവയോൺമെന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതായത് എന്താണ്, നിങ്ങളിപ്പോൾ നിങ്ങളുടെ ലാപ്ടോപ്പ് ആണെങ്കിലും അത് മഴക്കാലാവുമ്പോൾ അല്ലെങ്കിൽ തണുപ്പുള്ള സമയത്തൊക്കെ ആവുമ്പോൾ നിങ്ങളെ കീക്കൊക്കെ പ്രശ്നം വരും, കീ സ്ട്രോക്ക് ഒക്കെ വരാറുണ്ട്. അതൊക്കെ ടെമ്പറേച്ചറിനോട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഓരോ ഇലക്ട്രോണിക് സാധനങ്ങളും. നിങ്ങൾ എപ്പോഴും അധികമായി ഒരു ലാപ്ടോപ്പിന് വരുന്ന പ്രശ്നമാണ് ഈ കീ സ്ട്രോക്ക്, കീന്റെ പ്രശ്നങ്ങൾ. അതായത് അധിക പേരും എന്താണ് ഒരു 1.5 വർഷം ആകുമ്പോഴേക്ക് ലാപ്ടോപ്പിന്റെ ആ കീബോർഡ് മാറ്റേണ്ട വരാറുണ്ട്. അത് കൂടുതലും എഫക്ട് ചെയ്യുന്നത് നമ്മുടെ ഈ കാലാവസ്ഥ എൻവയോൺമെന്റിനെ എഫക്ട് ചെയ്യും, ഈ ഇലക്ട്രോണിക് ഡിവൈസസ്. ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചറിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം. നമ്മൾ ഓരോ കാര്യങ്ങളും സെലക്ട് ചെയ്യുമ്പോൾ അത് ടെമ്പറേച്ചറിനെ എഫക്ട് ചെയ്യുന്നുണ്ടോ, നമ്മളെ ഡിവൈസ് ഈ പെർട്ടിക്കുലർ ടെമ്പറേച്ചറിന് അത് ഇതാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സെലക്ട് ചെയ്യും. അതുകൊണ്ടാണ് ഈ ടെമ്പറേച്ചറിന്റെ കാര്യം പറയുന്നത്. അതുപോലെ പവർ എഫിഷ്യൻസി, അതും നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. അതൊക്കെ ഈ പറഞ്ഞ മാതിരി ഇത് ബൈഹാർട്ട് പഠിക്കേണ്ട. നിങ്ങൾ പവർ എഫിഷ്യൻസി എന്ന് എഴുതുക, നിങ്ങളുടേതായ ലാംഗ്വേജിൽ കാര്യങ്ങൾ എഴുതുക. ക്രൈറ്റീരിയ എന്ന് പറയുന്നത് പവർ എഫിഷ്യൻസി ആണ്, ഒന്ന് ടെമ്പറേച്ചർ ടോളറൻസ് ആണ്. അതൊക്കെ നിങ്ങളുടേതായ ലാംഗ്വേജിൽ നിങ്ങൾക്ക് അറിയുന്ന നോളജ് വെച്ചിട്ട് എഴുതുകയെന്നേ ഉള്ളൂ. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് വായിച്ചു നോക്കുക, അത്രേ ഉള്ളൂ. ഇതൊന്നും അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, കാരണം ഇതൊന്നും അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതല്ല. പക്ഷെ എക്സാമിന് ചോദിക്കാം, ഇത് ക്വസ്റ്റ്യന് ആയിട്ട് വരാൻ ചാൻസസ് ഉണ്ട് എന്നല്ലാതെ വലിയ ഇമ്പോർട്ടൻസ് എന്താണ് ബൈഹാർട്ട് പഠിച്ചിട്ട് ഉണ്ടാക്കേണ്ട. അതൊക്കെ പഠിക്കേണ്ട കുറെ തിയറീസ് ഉണ്ട്, പക്ഷെ ഇതൊക്കെ നോക്കി വെക്കണം. പവർ എഫിഷ്യൻസി, ടെമ്പറേച്ചർ ടോളറൻസ്, ഈ 3-4 കുറെ ഒരു ക്രൈറ്റീരിയ നിങ്ങൾ ഓർമ്മയിൽ വെക്കുക. അത് നിങ്ങൾ ഇലാബറേറ്റ് ചെയ്ത് എഴുതുക. ചിലപ്പോൾ 5 മാർക്കിനൊക്കെ ആകുമ്പോൾ ഒരുപാട് അങ്ങനെ വാരി വലിച്ച് എഴുതണ്ട. ജസ്റ്റ് ഒരു പവർ എഫിഷ്യൻസി എന്താണോ അതിന്റെ 2-3 സെന്റൻസ്, ഒരു 1-2 സെന്റൻസ് എഴുതിയാൽ മതി. ഓക്കെ. ഇനി സെക്യൂരിറ്റി, നമ്മൾ എന്ത് സാധനം വാങ്ങിക്കുമ്പോഴും അത് എത്രത്തോളം സെക്യൂർ ആണെന്നുള്ള കാര്യം നമ്മൾ നോക്കും. ഓക്കെ, നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു ഫോണൊക്കെ വാങ്ങിക്കുമ്പോൾ, ആപ്പിളൊക്കെ വാങ്ങിക്കുന്നതിന്റെ മെയിൻ ഇതെന്താണ്, അതിന്റെ ഇത്രയും വില കൂടാനും ഇത്രയും ഇത് കൂടാനുള്ള ഏറ്റവും മെയിൻ കാരണം എന്ന് വെച്ചാൽ അത് ഭയങ്കര സെക്യൂർ ആണ്. ഓക്കെ, അപ്പോൾ ഏത് സാധനങ്ങൾ വാങ്ങിക്കുമ്പോഴും എന്താണ് അതിന്റെ സെക്യൂരിറ്റി നമ്മൾ എൻഷുർ ചെയ്യും, അതായത് അതുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ നോക്കും. പിന്നെ ഹാർഡ്വെയർ ആർക്കിടെക്ചർ, അതായത് നിങ്ങളിപ്പോൾ ഒരു സാധനം വാങ്ങിക്കുമ്പോൾ ഏറ്റവും ലാപ്ടോപ്പ് ഒക്കെ വാങ്ങിക്കുന്ന സമയത്ത് സൈസ് കുറയുന്നതിനനുസരിച്ച് അതിന്റെ പൈസ കുറയാറുണ്ട് ചിലതൊക്കെ. ഓക്കെ, അതായത് ഹാർഡ്വെയർ ഇപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടേഴ്സ് എന്നൊക്കെ പറയുന്നത് ഒരു വലിയ റൂമിന്റെ ഉള്ളിൽ ഉള്ള അത്രയും വലിപ്പമുള്ള ഒരു കമ്പ്യൂട്ടേഴ്സ് ഒക്കെ ആയിരുന്നു പണ്ട് കാലത്തുള്ള കമ്പ്യൂട്ടേഴ്സ് ഒക്കെ. കാരണം എന്താണ്, അത് അങ്ങനെയായിരുന്നു ഡിസൈൻ ചെയ്തു. ഇപ്പൊ എന്താണ്, അതിന്റെ വലിപ്പം കുറഞ്ഞു വന്നില്ലേ. ഇപ്പൊ ലാപ്ടോപ്പ് ആണെങ്കിൽ അല്ലെങ്കിൽ എന്താണ് അതിനേക്കാട്ട് ചെറിയ സാധനങ്ങൾ. അപ്പൊ ഇങ്ങനെ എന്താണ്, ഫോണൊക്കെ ആണെങ്കിലും ഒരു ചെറിയ ടൈപ്പ് ഓഫ് ഇതുണ്ട്, ഹാൻഡ്സെറ്റ് ഉണ്ട്, അത് കുറച്ച് വലിപ്പമുള്ളതുണ്ട്. അതിന്റെ ഓരോ സൈസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടും പൈസക്ക് ഡിഫറൻസ് വരുന്നുണ്ട്. അതുപോലെ അതിന്റെ എന്താണ് ഉള്ളിലുള്ള ഫങ്ഷൻസിന് ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഹാർഡ്വെയറിന്റെ ആർക്കിടെക്ചറും കൂടെ എന്ത് ചെയ്യും, നോക്കും. അങ്ങനെയുള്ള ഹാർഡ്വെയർ ആണോ അതിന്റെ ഉള്ളിൽ, അത് നമുക്ക് നമ്മുടെ കൺവീനിയൻസിനനുസരിച്ചുള്ള ഒരു മൈക്രോ കൺട്രോളർ ആണ് നിങ്ങൾ വാങ്ങിക്കുന്നതെങ്കിൽ എന്താണ്, നിങ്ങൾക്ക് ഒരു ചെറിയൊരു സംഭവമാണ് വേണ്ടതെങ്കിൽ അപ്പൊ നിങ്ങൾ ഹാർഡ്വെയറിന്റെ കാര്യങ്ങൾ നോക്കും. അത്ര വലിയ സംഭവമുള്ള എന്താണ് വലിയ ഒരു സാധനം നിങ്ങൾക്ക് വേണ്ട, അപ്പൊ നിങ്ങൾ അതും കൂടെ നോക്കിയിട്ടൊക്കെ ആയിരിക്കും സാധനങ്ങൾ വാങ്ങിക്കുക. അപ്പൊ എന്തൊക്കെ കൺസിഡർ ചെയ്യും, പവർ എഫിഷ്യൻസി നോക്കും, ടെമ്പറേച്ചറിന്റെ ടോളറൻസ് നോക്കും, സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുള്ള കാര്യം അത് എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം നോക്കും, ഹാർഡ്വെയറിന്റെ ആർക്കിടെക്ചറിനെ നോക്കും, പിന്നെ എന്താണ് അതിന്റെ പ്രോസസ്സിംഗ് പവർ നോക്കും, പിന്നെ മെമ്മറി. ഏറ്റവും നിങ്ങൾ നോക്കുന്ന ഒരു കാര്യമാണ് ഫോണൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് അതിന് എത്ര റാം ഉണ്ട്, അതിന്റെ റോം എത്രയാണ്, സൈസ് എത്രയാണെന്നൊക്കെ നിങ്ങൾ നോക്കുന്ന കാര്യമാണ്. അതേ കാര്യം ഒരു മൈക്രോ കൺട്രോളറിന്റെ കേസിലും നമ്മൾ നോക്കണം. ഇനി അടുത്തത് ഹാർഡ്വെയർ ഇന്റർഫേസ്. അതും നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ഹാർഡ്വെയർ ഇന്റർഫേസ് അതായത് കണക്റ്റഡ്, അതായത് വൈഫൈയും ബ്ലൂടൂത്തും ഇതൊക്കെ ഇതിന് എന്താണ് ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ശ്രദ്ധിക്കും. ഓക്കെ, നിങ്ങളൊരു ഫോൺ വാങ്ങിക്കുമ്പോഴും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമല്ലോ. അതായത് എന്താണ് ഇതൊക്കെ ഇതിൽ ഇനാബിൾ ചെയ്യാൻ പറ്റുമോ, വൈഫൈയും ബ്ലൂടൂത്തും പിന്നെ എന്താണ് ഓഡിയോ വീഡിയോ ക്യാമറ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾ ഫോണിന്റെ കാര്യത്തിൽ നോക്കും. അതേപോലെ തന്നെ എന്താണ് ഒരു മൈക്രോ കൺട്രോളറിന്റെ വാങ്ങിക്കുമ്പോഴും ഈ ക്രൈറ്റീരിയ വേണമെങ്കിൽ നമുക്ക് നോക്കാം. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ളതാണോ എന്നൊക്കെ നോക്കാൻ പറ്റും. ഓക്കെ, ആ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സാധനം കൂടെ അതിൽ ഇൻക്ലൂഡ് ചെയ്യാം, ഹാർഡ്വെയർ ഇന്റർഫേസ് എന്ന് പറയുന്ന സംഭവം. ഓക്കെ, ഇത് നിങ്ങൾ നോക്കുന്ന USB സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, അതൊക്കെ നിങ്ങൾ ഫോണിന്റെ കേസിൽ നോക്കാം. നിങ്ങളൊരു ഇയർഫോൺ വാങ്ങിക്കുകയാണെങ്കിൽ എന്താണ് ഒരുപാട് കാര്യങ്ങൾ നോക്കുന്നില്ലേ. എന്ത് സാധനമാണെങ്കിലും നിങ്ങൾ
ഇതൊക്കെ ഇലക്ട്രോണിക് സാധനമാണ്, ഇതുകൊണ്ടാണ് ഇലക്ട്രോണിക് സാധനത്തിന്റെ എക്സാമ്പിൾ പറയുന്നത്. ഏറ്റവും എന്താണ് ബെസ്റ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത് നിങ്ങളെ ഫോൺ തന്നെ വെച്ചിട്ട് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഇതിന്റെ കാര്യങ്ങൾ എഴുതിയാൽ മതി, മൈക്രോ കൺട്രോളറിന്റെ കാര്യം എഴുതിയാൽ മതി. കാരണം അതേപോലെ തന്നെ കാര്യങ്ങൾ തന്നെയാണ് മൈക്രോ കൺട്രോളർ ചൂസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നോക്കുന്നത്. കാരണം അതിലും മെമ്മറി വരുന്നുണ്ട്, ഹാർഡ്വെയർ വരുന്നുണ്ട്, സോഫ്റ്റ്വെയർ വരുന്നുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും വരുന്നുണ്ട്. ആ ഒരു ഓർമ്മ വെച്ചിട്ട് സ്വന്തമായിട്ട് അങ്ങ് എഴുതിയാൽ മതി ക്രൈറ്റീരിയ. പിന്നെ സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ എന്താണ്, നിങ്ങളിപ്പോ നിങ്ങളെ OS ഇതിപ്പോ എന്താണ് നമ്മുടെ പിന്നെന്താണ് ആപ്പിൾ ഫോൺ ഏത് OS-ലാണ് വർക്ക് ചെയ്യുന്നത്, അതുപോലെ നമ്മുടെ ആൻഡ്രോയിഡ് ഫോൺ എന്തിലാണ് വർക്ക് ചെയ്യുന്നത്, അങ്ങനെ ഓരോന്നിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പലതരത്തിലുള്ളതായിരിക്കും, അതും നമ്മൾ നോക്കും. ഓക്കെ, അതുപോലെ നോക്കിയ ഫോൺ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ് വർക്ക് ചെയ്യുന്നത്, ഇതൊക്കെ പല രീതിയിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഈ ക്രൈറ്റീരിയ ഒക്കെ ചിലപ്പോൾ നമ്മൾ നോക്കാം. അതിൻ്റെ ഉള്ളിലുള്ള സോഫ്റ്റ്വെയർ ആർക്കിടെക്ചറേയും നമ്മൾ കൺസിഡർ ചെയ്യും. പിന്നെ കോസ്റ്റ് അതെന്തായാലും നോക്കും. അതായത് എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്, റീസണബിൾ ആയ പ്രൈസ് ആണെങ്കിൽ മാത്രമാണ് നമ്മൾ അത് ചൂസ് ചെയ്യുക. അല്ല എല്ലാ ഭയങ്കര ഫെസിലിറ്റി എല്ലാം ഉണ്ട്, പക്ഷെ അതിന് ഒരുപാട് പൈസയാണെങ്കിൽ ഒരു ആവറേജ് പേഴ്സൺ അത് വാങ്ങിക്കണം എന്നില്ല. ഫോർ എക്സാമ്പിൾ ആപ്പിളിന്റെ ഒക്കെ കേസ് ആണെങ്കിൽ ഒരു നല്ല കോസ്റ്റുള്ള വരുന്ന സാധനമാണ്, അതിനതിൻ്റെതായ അഡ്വാൻറ്റേജസ് ഉണ്ട്. പക്ഷെ ഒരുവിധം സാധാരണക്കാരൊക്കെ അത് വാങ്ങിക്കുന്നുണ്ടോ? ഇല്ല. കൂടുതൽ അതായത് നമ്മൾ റീസണബിൾ ആയ പ്രൈസിനും മാക്സിമം ഫെസിലിറ്റി, അതായത് റിസോഴ്സസ് കിട്ടുവാണെങ്കിൽ അതാണ് ചൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പം കോസ്റ്റും ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഫാക്ടറാണ് ഒരു സാധനം വാങ്ങിക്കുമ്പോൾ. ഓക്കെ, ഇത്രയൊക്കെയാണ് ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. മൈക്രോ കൺട്രോളർ ആണെങ്കിലും ഏത് കാര്യമാണെങ്കിലും നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും. അത് നിങ്ങളെ ഫോൺ വെച്ചിട്ട് തന്നെ നിങ്ങൾക്കത് എഴുതിയാൽ മതി. ഫോണിന്റെ കാര്യങ്ങൾ വെച്ചിട്ട് തന്നെ അത് നിങ്ങൾ ചൂസ് ചെയ്യുന്ന കാര്യങ്ങൾ വെച്ചിട്ട് തന്നെ ഈ ഒരു പോയിന്റ് നിങ്ങൾ എഴുതിയാൽ മതി. ഇത് ചോദിക്കുന്നതാണ്, അധികം കണ്ടിട്ടുണ്ട് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഇന്നലെ ഞാൻ 5-6 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ടുണ്ടായിരുന്നു, എന്തൊക്കെ ക്വസ്റ്റ്യൻസാ വരുന്നത്. കാരണം അതിനനുസരിച്ചിട്ട് എഴുതിയാൽ മതിയല്ലോ. അപ്പൊ ഇതൊക്കെ സിലബസിലുള്ളതാണ് മൈക്രോ കൺട്രോളർ. പിന്നെ ക്രൈറ്റീരിയ ഫോർ സെലക്ടിങ് മൈക്രോ കൺട്രോളർ, ഇത്രയും ഫീച്ചേഴ്സ് നിങ്ങൾ എഴുതുക. ഇനി അടുത്തത് ടൈപ്സ് ഓഫ് മൈക്രോ കൺട്രോളർ. ഇതും ചോദിക്കാറുണ്ട്. ടൈപ്സ് ഓഫ് മൈക്രോ കൺട്രോളർ. മൈക്രോ കൺട്രോളറിനെ പല കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അത് മെമ്മറിന്റെ ബേസിൽ ഡിവൈഡ് ചെയ്യാം, ആർക്കിടെക്ചറിന്റെ ബേസിൽ ഡിവൈഡ് ചെയ്യാം, ബിറ്റ്സിന്റെ ബേസിൽ ഡിവൈഡ് ചെയ്യാം, ഇൻസ്ട്രക്ഷൻ സെറ്റിന്റെ കേസിൽ ഡിവൈഡ് ചെയ്യാം. അതായത് മൈക്രോ കൺട്രോളറിനെ പല രീതിയിൽ ഡിവൈഡ് ചെയ്യാം. അതിലൊന്നാണ് ബിറ്റ് ബേസ്ഡ്. അതൊന്നുമില്ല, നമ്മൾ പറയാറില്ല 8-bit മൈക്രോ കൺട്രോളർ, 16-bit മൈക്രോ കൺട്രോളർ. നമ്മളിപ്പോൾ പ്രൊസസ്സറിന്റെ കേസിൽ പറഞ്ഞു 8086 ആണെങ്കിൽ അത് എത്ര ബിറ്റ് പ്രൊസസ്സറാണ്? 16-bit പ്രൊസസ്സറാണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് മൈക്രോ കൺട്രോളറിനെയും പറയാം. അതായത് 8-bit മൈക്രോ കൺട്രോളർ, 16-bit മൈക്രോ കൺട്രോളർ, 32-bit മൈക്രോ കൺട്രോളർ. അങ്ങനെ ബിറ്റിന്റെ ബേസിൽ നമ്മൾ പറയാം. നമ്മുടെ സിസ്റ്റം നിങ്ങൾ പറയുന്നില്ലേ, നിങ്ങളെ കമ്പ്യൂട്ടർ ഇത്ര ബിറ്റാണ്, 32 ബിറ്റാണ്, 64 ബിറ്റാണ്. അത് 64 ബിറ്റ് ആകുമ്പോൾ 32 ബിറ്റിനെക്കാട്ടും എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവുമല്ലോ. അതേ കാര്യങ്ങൾ തന്നെയാണ് മൈക്രോ കൺട്രോളറിന്റെ കേസിലും. ഒന്ന് ബിറ്റ് ബേസിന്റെ ക്ലാസിഫിക്കേഷൻ നടക്കാം. അത് 8-bit മൈക്രോ കൺട്രോളർ ആവാം, ഓക്കെ, അല്ലെങ്കിൽ അത് 16 ബിറ്റ് ആവാം, അല്ലെങ്കിൽ 32 ബിറ്റ് ആവാം. ഇതില് 8-bit എക്സാമ്പിൾ ആണ് 8051, 8031 എന്നൊക്കെ പറയുന്നത് 8-bit മൈക്രോ കൺട്രോളർ ആണ്. ഇതൊക്കെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാം. 8051 8-bit മൈക്രോ കൺട്രോളർ ആണ്. ഓർത്തെടുത്തോ, 8051 നമ്മൾ പഠിക്കാനുള്ളതാണ്. അത് എത്ര ബിറ്റ് മൈക്രോ കൺട്രോളർ ആണ്? 8-bit മൈക്രോ കൺട്രോളർ ആണ്. അതുപോലെ 8031 8-bit മൈക്രോ കൺട്രോളർ ആണ്. ഓക്കെ, അപ്പൊ 8-bit ഇപ്പൊ ഈ 8-bit മൈക്രോ കൺട്രോളർ ആണെങ്കിൽ അല്ലെങ്കിൽ 16-bit മൈക്രോ കൺട്രോളർ ആണെങ്കിൽ അതിനുള്ള പ്രത്യേകത എന്തായിരിക്കും? അതിനുള്ള ഓപ്പറേഷൻസ് ഒക്കെ അഡീഷൻ, സബ്ട്രാക്ഷൻ, അങ്ങനെയുള്ള ഓപ്പറേഷൻസ് ഒക്കെ ബേസ്ഡ് ഓൺ 8-bit ആയിരിക്കും. 8-bitനെ ബേസ് ചെയ്തിട്ടായിരിക്കും നടക്കുന്നുണ്ടാവുക. ഓക്കെ, വേണമെങ്കിൽ അതിൽ 16-bit നമുക്ക് അപ്ലൈ ചെയ്യാം. പക്ഷെ അത് കുറച്ചും കൂടെ 16-bit ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെതായ കാര്യങ്ങൾ ചെയ്യണം. അത് IT-കാർക്ക് അറിയാം. IT-കാർ 16-bit എഡിഷനും പഠിച്ചിട്ടുണ്ട്, 8-bit എഡിഷനും പഠിച്ചിട്ടുണ്ട്. 8-bit എഡിഷൻ നമ്മൾ ഡയറക്റ്റ് ചെയ്തു. 16-bit എഡിഷൻ ചെയ്യുമ്പോൾ നമ്മൾ എക്സ്ട്രാ കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്തിട്ടാണ് ചെയ്തത്. ഒറ്റയടിക്ക് 2 രജിസ്റ്റേഴ്സ് വെച്ചിട്ട് 16-bit നടക്കില്ല. അതിന് 2 രജിസ്റ്റേഴ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യേണ്ടി വന്നു. ഓക്കെ, ഡയറക്റ്റ് എല്ലാ ഓപ്പറേഷൻസും 8-bit ആണെങ്കിൽ ഡയറക്റ്റ് ഓപ്പറേഷൻസ് ഒക്കെ അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ 8-bit മാത്രമേ പറ്റൂ. 16-bit ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ 32-bit ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ അതിനനുസരിച്ച് രജിസ്റ്റേഴ്സ് ഒക്കെ കൂട്ടി വരണം. ഓക്കെ, മാറ്റങ്ങൾ വരുത്തണം. നോർമൽ ആയിട്ട് എല്ലാ ഓപ്പറേഷൻസും 8-bit ആയിരിക്കും. അഡിഷൻ ആണെങ്കിലോ സബ്ട്രാക്ഷൻ ആണെങ്കിലോ ഡിവിഷൻ ആണെങ്കിലോ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിലോ ഒക്കെ ആണെങ്കിലും 8-bit ആയിരിക്കും ചെയ്യാൻ പറ്റുക. അതാണ് 8-bit മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ ആണ് 8051, 8031.
ഇനി 16-bit മൈക്രോ കൺട്രോളർ ആണെങ്കിൽ എന്താണ് സെയിം കാര്യങ്ങൾ തന്നെ. ദിസ് ടൈപ്പ് ഓഫ് മൈക്രോ കൺട്രോളർ ഈസ് യൂസ് ടു പെർഫോം അരിത്മെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻ. എല്ലാം എന്താണ് എല്ലാ ഓപ്പറേഷൻസും എത്ര ബിറ്റിലാണ് പെർഫോം ചെയ്യാം? 16 ബിറ്റിലാണ് പെർഫോം ചെയ്യാം. 16-bit മൈക്രോ കൺട്രോളറിന് എക്സാമ്പിൾ ആണ് 8096. 8096 ഒരു 16-bit മൈക്രോ കൺട്രോളർ ആണ്. 32-bit മൈക്രോ കൺട്രോളർ ആണെങ്കിൽ എല്ലാ ഓപ്പറേഷൻസും ബേസ്ഡ് ഓൺ 32-bit ബേസ് ചെയ്തിട്ടായിരിക്കും വരിക. ഓക്കെ, ഇത് കൂടുതലും എന്താണ് മെഡിക്കൽ അപ്ലയൻസസിനും അങ്ങനെയുള്ള കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയ കാര്യങ്ങൾക്കാണ് 32-bit മൈക്രോ കൺട്രോളർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ബേസ്ഡ് ഓൺ ബിറ്റ് ബേസ് ചെയ്തിട്ട് നമുക്ക് ഇത്രയും ക്ലാസിഫൈ ചെയ്യാം. 8-bit, 16-bit, 32-bit. ഓക്കെ, ഇത് എഴുതി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതൊന്നും ഒന്നും പഠിക്കാനില്ല, പക്ഷെ എന്താണ് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഈ പറഞ്ഞതൊന്നും ബൈഹാർട്ട് പഠിക്കേണ്ട കാര്യങ്ങളല്ല. ഈ 3 ടോപ്പിക്കുകളും എല്ലാം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ സ്വന്തമായിട്ട് എഴുതാൻ പറ്റുന്നതാണ്. ക്ലാസ് അതുകൊണ്ടാണ് ക്ലാസ് വെക്കുന്നുള്ള ഗുണം. അതായത് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ അത് വെച്ചിട്ട് എഴുതിയാൽ മതി. ഇനി ബേസ്ഡ് ഓൺ മെമ്മറി നമുക്ക് 2 ഡിവൈഡ് ചെയ്യാം. എക്സ്റ്റേണൽ മെമ്മറി മൈക്രോ കൺട്രോളറും എംബഡഡ് മെമ്മറി മൈക്രോ കൺട്രോളർ. അത് ആ ഒരു പേര് തന്നെ ഉണ്ട്. എന്താണ് എക്സ്റ്റേണൽ മെമ്മറി മൈക്രോ കൺട്രോളർ, എംബഡഡ് മെമ്മറി മൈക്രോ കൺട്രോളർ? നമുക്ക് വേണമെങ്കിൽ എക്സ്റ്റേണൽ മെമ്മറി മൈക്രോ കൺട്രോളറിൽ നമ്മളെ മെമ്മറി വേണമെങ്കിൽ നമുക്ക് എക്സ്റ്റേണലി ചിപ്പിനോട് കണക്ട് ചെയ്ത് കൊടുക്കുന്നതാണ് എന്ത് പറയുന്നത് എക്സ്റ്റേണൽ മെമ്മറി മൈക്രോ കൺട്രോളർ. എംബഡഡ് മെമ്മറി മൈക്രോ കൺട്രോളർ എന്താണ്? മെമ്മറി ഏതിൻ്റെ ഉള്ളിൽ തന്നെയായിരിക്കും എംബഡ് ചെയ്തിട്ടുണ്ടാവുക? ചിപ്പിന്റെ ഉള്ളിൽ തന്നെ. ആ മൈക്രോ കൺട്രോളറിന്റെ ചിപ്പിന്റെ ഉള്ളിൽ തന്നെ എംബഡ് ചെയ്തിട്ടായിരിക്കും മെമ്മറി വരുന്നത്. ആ രീതിയിലാണ് അടുത്ത മൈക്രോ കൺട്രോളറിന്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഓക്കെ, അതായത് ബേസ്ഡ് ഓൺ മെമ്മറി എന്താണ് എക്സ്റ്റേണൽ മെമ്മറി മൈക്രോ കൺട്രോളർ ആവാം, എംബഡഡ് മെമ്മറി ആണെങ്കിൽ ആ പേര് തന്നെ ഉണ്ടത്. അതിനനുസരിച്ച് നിങ്ങൾ എഴുതിയാൽ മതി. എക്സ്റ്റേണൽ ആവുമ്പോൾ മെമ്മറി വേണമെങ്കിൽ എക്സ്റ്റേണലി കണക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ചിപ്പിനോട് ആ മൈക്രോ കൺട്രോളർ ചിപ്പിനോട് നിങ്ങൾക്ക് എക്സ്റ്റേണലി മെമ്മറി കണക്ട് ചെയ്ത് കൊടുക്കാം. എംബഡഡ് ആണെങ്കിൽ ആ ഒരു ചിപ്പിൽ എംബഡ് ചെയ്തിട്ടായിരിക്കും എന്തുണ്ടാവുക മൈക്രോ കൺട്രോളർ ഉണ്ടാവുക, മെമ്മറി ഉണ്ടാവുക. 8051 ഒരു എംബഡഡ് മെമ്മറി മൈക്രോ കൺട്രോളർ ആണ്. കാരണം മെമ്മറി അതിൻ്റെ ഉള്ളിൽ തന്നെ എംബഡ് ചെയ്തിട്ടാണ് വരുന്നത് 8051 കേസിൽ. ഓക്കെ, ഇതാണ് ബേസ്ഡ് ഓൺ മെമ്മറി. ഇനി ബേസ്ഡ് ഓൺ ഇൻസ്ട്രക്ഷൻ സെറ്റ്. ഇൻസ്ട്രക്ഷൻ സെറ്റിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് 2 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യാം. സിസ്ക് ആൻഡ് റിസ്ക്. ബേസ്ഡ് ഓൺ ഇൻസ്ട്രക്ഷൻ സെറ്റ് കോൺഫിഗറേഷൻ. മൈക്രോ കൺട്രോളറിലും എന്തുണ്ട്? ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അരിത്മെറ്റിക്കും ലോജിക്കലും എല്ലാ ടൈപ്പ് ഇൻസ്ട്രക്ഷൻസും ഏതിലും വരുന്നുണ്ട്? മൈക്രോ കൺട്രോളേഴ്സിലും വരുന്നുണ്ട്. ആ മൈക്രോ കൺട്രോളറിന്റെ ഇൻസ്ട്രക്ഷനെ ബേസ് ചെയ്തിട്ട് നമുക്ക് 2 കാറ്റഗറി ആക്കാം, സിസ്കും റിസ്കും. സിസ്ക് എന്ന് പറയുന്നത് കോംപ്ലക്സ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടേഴ്സ് ആണ്. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് CSA എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നിങ്ങൾ പഠിക്കേണ്ടതാണ് അടുത്ത സെമ്മിൽ. ഇപ്പൊ ഇത്ര മാത്രം അറിഞ്ഞിരുന്നാൽ മതി. സിസ്ക് എന്ന് പറയുന്നത് കോംപ്ലക്സ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടറും റിസ്ക് എന്ന് പറയുന്നത് റെഡ്യൂസ്ഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടേഴ്സും ആണ്. ഒരു ഏതെങ്കിലും ഒരു മൈക്രോ കൺട്രോളർ സിസ്ക് ഇൻസ്ട്രക്ഷൻ സെറ്റ് ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ അതിൽ കോംപ്ലക്സ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ സെറ്റ് ആയിരിക്കും ഉണ്ടാവും. കോംപ്ലക്സ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ സെറ്റ് എന്ന് പറയുന്നത് ഒന്നുമില്ല, നിങ്ങളിപ്പോ ഒരു 4 ഇൻസ്ട്രക്ഷൻ കൊടുക്കേണ്ട സ്ഥലത്ത് ചിലപ്പം ഏതെങ്കിലും ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അതാണ് സിമ്പിൾ ആയിട്ട് പറയുന്നത് സിസ്ക് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ 4 ഇൻസ്ട്രക്ഷൻ സിമ്പിൾ ആയിട്ടുള്ള 4 ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ കൊണ്ട് കാര്യം ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് കുറെ ഇൻസ്ട്രക്ഷൻ ചെയ്യേണ്ട ഫംഗ്ഷൻ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ചെയ്യും. അങ്ങനെയുള്ള എന്താണ് ഇതിനെയാണ് കോംപ്ലക്സ് ഇൻസ്ട്രക്ഷൻ സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് 2-3 ഇൻസ്ട്രക്ഷൻസ് ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു കോംപ്ലക്സ് ഇൻസ്ട്രക്ഷൻ ചെയ്യും. അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടേഴ്സ് ആണ് സിസ്ക് എന്ന് പറയുന്നത്. റെഡ്യൂസ്ഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടേഴ്സ് ആണെങ്കിൽ എന്താണ് അതിലുള്ള ആ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ ക്ലോക്ക് സൈക്കിൾ വളരെ കുറച്ച് മതി. അതാണ് റെഡ്യൂസ്ഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഇപ്പോൾ ആ റെഡ്യൂസ്ഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടറിൽ ഏതെങ്കിലും ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ എന്താണ് അതിന്റെ ക്ലോക്ക് സൈക്കിൾ ഇപ്പോൾ 2-3 ക്ലോക്ക് സൈക്കിൾ കൊണ്ട് ചിലപ്പോൾ ആ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യും. അതാണ് റെഡ്യൂസ്ഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടർ. അതിന്റെ എന്താണ് ചെറിയ ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും, അത് എക്സിക്യൂട്ട് ചെയ്യാൻ വളരെ കുറച്ച് ക്ലോക്ക് സൈക്കിൾസ് മതി. ഓക്കെ, പക്ഷെ കോംപ്ലക്സ് സെറ്റ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എക്സിക്യൂട്ട് ചെയ്യാൻ കുറച്ച് ക്ലോക്ക് സൈക്കിൾസ് കൂടുതലായിരിക്കും. അപ്പോൾ അത്രയൊന്നും പോണ്ട, ജസ്റ്റ് ഒന്ന് വായിച്ച് എഴുതിയാൽ മതി. ബേസ്ഡ് ഓൺ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ട് 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, സിസ്കും റിസ്കും. സിസ്ക് എന്ന് പറയുന്നത് കോംപ്ലക്സ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടേഴ്സ് ആണ്. റിസ്ക് എന്ന് പറയുന്നത് റെഡ്യൂസ്ഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടേഴ്സ് ആണ്. ഈ റിസ്കും സിസ്കും തന്നെ പല ക്ലാസിഫിക്കേഷൻ ഇനിയും വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് മൈക്രോ കൺട്രോളേഴ്സിന്റെ ടൈപ്സ് ഓഫ് മൈക്രോ കൺട്രോളേഴ്സ് വരുന്നത്. ബേസ്ഡ് ഓൺ എന്താണ് ബിറ്റിനെ ബേസ് ചെയ്തിട്ട് 8-bit, 16-bit, 32-bit.
based on memory, external and embedded, based on instruction set, CISC and RISC. Okay. ഇനി മൈക്രോ കൺട്രോളേഴ്സിന്റെ ആപ്ലിക്കേഷൻസ് ആണ്. അതൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല, ജസ്റ്റ് നോക്കിയാൽ മതി. പല ഇതിൽ നമുക്ക് മൈക്രോ കൺട്രോളേഴ്സ് അപ്ലൈ ചെയ്യാം. ലൈറ്റ് sensing and controlling devices like LED, temperature sensing and controlling devices like microwave oven, chimneys, fire detection and safety device like fire alarm, voltmeter, industrial instrumentation devices, process control devices, ഇവിടെ ഒക്കെ നമുക്ക് ഈ മൈക്രോ കൺട്രോളേഴ്സ് അപ്ലൈ ചെയ്യാം. ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക, കാരണം ചോദിക്കുന്നതാണ് ആപ്ലിക്കേഷൻസ്. വോൾട്ട് മീറ്റർ, ഇതൊക്കെ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. ഹാൻഡ് ഹെൽഡ് മീറ്ററിംഗ് സിസ്റ്റം, കറന്റ് മീറ്റർ, മെഷറിംഗ് റിവോൾവിംഗ് ഒബ്ജക്ട്സ്, ഇവിടെയൊക്കെ നമുക്ക് മൈക്രോ കൺട്രോളർ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇതാണ് ആപ്ലിക്കേഷൻസ് വരുന്നത്. ഇതൊക്കെ വായിച്ചാൽ മതി. ഇനി അടുത്തത് എക്സാമ്പിൾസ് ആൻഡ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടാണ് അടുത്ത ടോപ്പിക് വരുന്നത്. എക്സാമ്പിൾസ് 8051 എന്ന് പറയുന്നത് 8089C51, അങ്ങനെ പല ക്ലാസിഫിക്കേഷൻ ഉണ്ട് 8051 തന്നെ. പിന്നെ അത് AVR, പിന്നെ എന്താണ് PIC, പല ടൈപ്പ് ക്ലാസിഫിക്കേഷൻ. അത് എക്സാമ്പിൾസ് ചോദിക്കാതിരിക്കുക. എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ 8051, 8096, 8031 ഇങ്ങനെയൊക്കെ എഴുതിയാലും മതി. ഓക്കെ, അതിന്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണെന്ന് പല എന്താണ് മൈക്രോ കൺട്രോളർ അവൈലബിൾ ആണ്. അത് ICന്റെ പേര് വെച്ചിട്ട് എഴുതിയാൽ മതി. ഇപ്പൊ കുറെ ICs നമ്മൾ 16 ബിറ്റിന് എക്സാമ്പിൾ പഠിച്ചു, 32 ബിറ്റിന് എക്സാമ്പിൾ പഠിച്ചു, അങ്ങനെ കുറെ എക്സാമ്പിൾസ് പഠിച്ചിട്ടില്ലേ, ആ എക്സാമ്പിൾസ് ഒക്കെ എഴുതിയാലും മതി. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ്. പിന്നെ പല എന്താണ് കോമൺ മൈക്രോ കൺട്രോളേഴ്സിന്റെ പല എന്താണ് കമ്പനീസിന്റെ പേരിലാണ് കുറെ മൈക്രോ കൺട്രോളേഴ്സിന്റെ കമ്പനീസിന്റെ പേര് ഇവിടെ ഉണ്ട്. ആ രീതിയിലും ആ പേരുകളും വേണമെങ്കിൽ നിങ്ങൾക്ക് ഓർത്ത് വെച്ചിട്ട് എഴുതാൻ പറ്റും. എന്താണ് എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ ഈ പേരുകളും നിങ്ങൾക്ക് എഴുതാം, അല്ലെങ്കിൽ ആ ഒരു ICന്റെ നെയിം വെച്ചിട്ട് എഴുതാം, എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. അത് എക്സാമ്പിളിൽ ചോദിച്ചാൽ എഴുതിയാൽ മതി. അത് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ മൈക്രോ കൺട്രോളറിന്റെ 5th മോഡ്യൂളിലെ തുടക്കത്തിൽ വരുന്ന ടോപ്പിക്കുകളാണ്. ഡെഫിനിഷൻ ഓഫ് മൈക്രോ കൺട്രോളർ, criteria for selecting microcontroller, types of microcontroller, examples and applications. ഈ 4 ടോപ്പിക്. ഡിഫറൻസ് ബിറ്റ്വീൻ മൈക്രോ പ്രൊസസർ ആൻഡ് മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത് ടോപ്പിക്ക് സിലബസിൽ ഇല്ല, പക്ഷെ അത് 5th മോഡ്യൂളിൽ ഓർ 1st മോഡ്യൂളിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. നാളെ 8051 ആർക്കിടെക്ചർ